നമസ്കാരം. നമസ്കാരം. ഞാൻ സുകുമാരൻ, ഒരു പാവപ്പെട്ട അബ്കാരി കോൺട്രാക്ടറാണ്. ഇരിക്കൂ. ആ, എന്താ കാര്യം? ആദ്യമായി എനിക്ക് പറയാനുള്ളത് നന്ദിയാണ്. മനസ്സിലായില്ല. മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങൾ സാറിനെ പോലുള്ള വലിയ മനുഷ്യർ ഓർക്കാറില്ല. പക്ഷേ സാർ എനിക്ക് ചെയ്ത സഹായം എനിക്ക് മറക്കാനാവില്ല. കാര്യം പറയൂ. പറയാം. കുറേ കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് ഞാൻ എക്സൈസിൽ വെറും ഒരു ക്ലർക്കാ. കൊല്ലപ്പള്ളി ഗണേശൻ മുതലാളിയുടെ സ്പിരിറ്റ് ലോറിക്ക് ഞാൻ കൂട്ടുപോയിന്നും പറഞ്ഞ് സാറിൻ്റെ പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. കുറച്ച് സാധനം പിടിച്ചു. കഷ്ടകാലത്തിന് എൻ്റെ അളിയൻ വിശ്വനാഥൻ അപ്പം അവിടെ ഉണ്ടായിരുന്നു. അയാളെ പിടിച്ച് സാക്ഷിയാക്കി. അയാൾ കോടതിയിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞു. അങ്ങനെ എൻ്റെ പണിയും പോയി. തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ശിക്ഷ കിട്ടിയെന്ന് വരും. അത് വലിയ ഭാഗ്യമായി സാറേ. സർക്കാരിലെ ഈ ക്ലാർക്ക് പണി പോയതോടെ ഞാൻ രക്ഷപ്പെട്ടു. നക്കാപ്പിച്ച ശമ്പളത്തിലിരുന്ന് ജീവിതകാലം മൊത്തം പണിയെടുത്ത് അവസാനം അർശസും ഗ്യാസും ബ്ലഡ് പ്രഷറും സമ്പാദിച്ച് ചാകാനല്ലേ ഈ സർക്കാർ ഗുമസ്തൻ്റെ വിധി. സാറിൻ്റെ പത്രവാർത്ത കാരണം ആ വിധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതോടെ ഞാൻ പതുക്കെ അബ്കാരി ബിസിനസ്സിലേക്ക് കടന്നു. ഇപ്പം വലിയ മോശമല്ലാത്ത സ്ഥിതിയാണ്. സാറാ ഇന്നത്തെ എൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. നന്ദിയുണ്ട് സാറേ. എന്നെ പരിഹസിക്കുകയല്ലേ? ഒരിക്കലുമല്ല, ഉള്ള കാര്യം പറഞ്ഞതാ സാറേ. പിന്നെ ഇപ്പം ഞാൻ വന്നത് ഒരപേക്ഷയുമായിട്ടാ. എന്തപേക്ഷ? ഇന്നലെ സാറിൻ്റെ പത്രത്തിൽ എനിക്കെതിരെ ഒരു വാർത്ത വന്നിരുന്നു. അതിലെ താങ്കളുടെ പേര് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ വ്യക്തമായ സൂചനയുണ്ട്. എൻ്റെ ശത്രുക്കൾക്ക് അത് മതിയല്ലോ, അവരത് മുതലെടുക്കും. ഞാൻ താങ്കളുടെ ശത്രുവല്ല. അയ്യോ, എനിക്കതറിയാം. അതല്ലേ നേരിട്ട് ഞാൻ കാണാൻ വന്നത്. ഞങ്ങൾക്ക് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത കൊടുത്തത്. വാർത്ത കളവാണെന്നാണോ? അയ്യോ അല്ല, സത്യം. 100% സത്യമായ വാർത്ത. പിന്നെന്താ ഹേ? ആ വാർത്ത എനിക്കെതിരാ. എനിക്കത് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ഇവിടം കൊണ്ട് നിർത്തണം. അതാ എൻ്റെ അപേക്ഷ. സുകുമാരാ, എനിക്ക് വയസ്സ് കുറേയായി. എൻ്റെ ധർമ്മം ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്തൊരു വിട്ടുവീഴ്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. അയ്യോ അറിയാം, സാറ് പഴയ ആളാ. എന്നെ തുലച്ചിട്ട് സാറിനൊന്നും നേടാനില്ലെന്നും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ സാർ ഇതൊക്കെ ചെയ്യുന്നതെന്നും ഒക്കെ സുകുമാരനറിയാം. അപ്പോഴിനി ഒരു വിശദീകരണം വേണ്ടല്ലോ. സാറേ, ഞാൻ ഇതിലൊരു ചെറിയ കണ്ണി മാത്രമാണ്. അധികാരത്തിലിരിക്കുന്ന വമ്പന്മാരുടെ ഒരിടനിലക്കാരൻ. അവർക്ക് വേണ്ടി കൂടിയാ എൻ്റെ അപേക്ഷ. ഇതിവിടെ നിർത്തണം. ഈ വിഷയത്തിൽ ഇനി വാർത്ത വരരുത്. വന്നാലോ? അപേക്ഷിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്, ഭീഷണിപ്പെടുത്താനല്ല. ആ, ഇതാരാ അളിയനോ? എത്ര കാലമായി കണ്ടിട്ട്. ഇയാളങ്ങ് വളർന്നു പോയല്ലോ. ആട്ടെ, എന്താ ഇവിടെ? ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ വന്നാ. ഇവിടെ ഒരാളാവശ്യമുണ്ടെന്ന് കേട്ടു. ഈ പന്ന പത്രത്തിലോ? ഛേ, മോശം. അളിയൻ എന്തിനാ ജോലി? ഇയാൾ എൻ്റെ കൂടെ അങ്ങ് കുടിക്കോ? എനിക്കാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരാളെ കാര്യങ്ങൾ നോക്കി നടത്താൻ ആവശ്യമുണ്ട്. വിശ്വസിക്കാവുന്ന ഒരാളെ ഇക്കാലത്ത് കിട്ടണ്ടേ? അളിയൻ തന്നെ ആവുമ്പോൾ ഇയാളുടെ ചേച്ചിക്ക് സന്തോഷമായിരിക്കും. എന്താ ജയദേവ, ഇക്കാലത്ത് പഠിപ്പുണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല. കയ്യിൽ ചക്രമുണ്ടോ അവൻ രാജാവ്, കാശില്ലാത്തവൻ തെണ്ടിയാ. മാസശമ്പളത്തിന് പണിയെടുത്തിട്ട് ഒരു കാര്യവുമില്ല. കാശുണ്ടാക്കണമെങ്കിലേ ബിസിനസ്സിൽ തന്നെ ഇറങ്ങണം.
ഇയാളൊരു 5 കൊല്ലം എൻ്റെ കൂടെ നിൽക്ക്. എല്ലാ അടിയും തടയും ഞാൻ പഠിപ്പിച്ചു തരാം. ആ പിന്നെ വീട്ടുകാർ പല മണ്ടത്തരവും പറഞ്ഞു എന്ന് വരും. പ്രത്യേകിച്ച് നിന്റെ ഏട്ടൻ വിശ്വം, അവന് പ്രാന്താ. അതൊന്നും നീ കാര്യമാക്കണ്ട. നാളെ തന്നെ നീ അങ്ങോട്ട് പോരെ. ഒരാഴ്ച ചേച്ചിയുടെ അടുത്ത് ഒന്ന് നിൽക്ക്. ശരി, ചെല്ലട്ടെ. ഇത് കഴിഞ്ഞൊരാളെ കാണാനുണ്ട്. കാശ് വല്ലതും വേണോ കേൾക്ക്? വേണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി കേട്ടോ. ഓ. ആ. വാർത്ത ഫോളോ അപ്പ് ചെയ്യരുതെന്ന് പറയാനാ വന്നത്. പ്രത്യക്ഷത്തിൽ വലിയ ആദരവൊക്കെ കാണിച്ചു. പക്ഷേ ആളിത്തിരി അപകടകാരിയാണെന്ന് തോന്നി. അബ്കാരിയല്ലേ? ഓ, പ്രായം ഇത്ര ആയില്ലോടൂ. എന്തെല്ലാം കണ്ടു. ഇനി എന്തോ സൂക്ഷിക്കാനാ. ആ ആ ആ എന്തെങ്കിലും അറിഞ്ഞാൽ ഉടനെ വിളിക്കണം. ശരി. ആ എന്താ സാർ വല്ലാതെ? ഓ, പത്രമാഫീസിലെ പതിവ് നാടകം. ഇന്നലെ ഞങ്ങള് വ്യാജമദ്യം സംബന്ധിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു. ഇന്നിപ്പം ഒരു അബ്കാരി വന്നിരിക്കുന്നു, സുകുമാരൻ. വിഷയം മുക്കണമെന്നാ അയാളുടെ ആവശ്യം. ഈ സുകുമാരൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാ. അക്കാര്യം താൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. നാണക്കേടുകൊണ്ട് പറയാത്ത. ഓ, മനസ്സിലായി. ആട്ടെ, താനെന്താ ഇപ്പോഴിങ്ങോട്ട് വന്നത്? എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരാൻ പറ്റുമോ സാർ? ഇവിടെ ഒഴിവൊന്നുമില്ല. ഉണ്ടെങ്കിലും തന്നെ ഞാൻ ഇവിടെ കുടുങ്ങാൻ അനുവദിക്കില്ല. തനിക്ക് കോളേജ് കിട്ടും, അതാ നല്ലത്. അല്ലെങ്കിൽ താൻ മുരടിച്ചു പോവും. ഒരു ജോലി ഉടനെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേക്കും. എന്താടോ ഇത്രയ്ക്കുണ്ടായത്? വീട്ടുകാർ വല്ലതും പറഞ്ഞു? ഏട്ടന് ദേഷ്യം വന്നാൽ പിന്നെ ഒരു ബോധവുമില്ല. ഇന്നതേ പറയുന്നൊന്നുമില്ല. വാക്കുകൾ മറ്റുള്ളവരെ എത്ര വേദനിപ്പിക്കും എന്നൊന്നും ചിന്തിക്കില്ല. ജയദേവ, ഏട്ടനെ മനസ്സിലാക്കാൻ തനിക്ക് പ്രയാസമുണ്ടാകും. കാരണം താൻ വായിച്ച കഥകളിലൊന്നും അയാളെപ്പോലൊരു കഥാപാത്രം ഉണ്ടാകില്ല. അയാൾ ഭാവനാസൃഷ്ടിയല്ല. ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മനുഷ്യനാണ്. കഥയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം തിരിച്ചറിയുന്ന ഒരാൾക്കേ കഥാകൃത്താകാനൊക്കൂ. അല്ല, ഇത്രയും മണ്ണെണ്ണ ഒരാഴ്ചക്ക് തികയോ? തികയ്ക്കണം. വിറകിനൊക്കെ തീ പിടിച്ച വിലയാ. അത് വേണേൽ ഈ ഹാൻഡിൽമേൽ തൂക്കിയിടാം. വേണ്ട, സഞ്ചിയുടെ പിടിവള്ളി പൊട്ടും. അല്ല, ഈ ഗോതമ്പ് പൊടിപ്പിച്ച് കൊണ്ടുപോയ പോരെ? ഇപ്പൊ തന്നെ ആ മില്ലിൽ കയറിയ പൊടിപ്പിച്ച് കൊണ്ടുപോവാം. ഹോ, പൊട്ട. ഗോതമ്പ് ഉണക്കാതെ പൊടിപ്പിച്ച് ഒന്നിനും കൊള്ളില്ല. വെയിലെത്തിട്ട് നല്ലപോലെ ഉണക്കണം. അല്ല, നമ്മുടെ കഥാകൃത്തല്ലേ പോകുന്നത്? എന്തോ സ്വപ്നം കണ്ട് നടക്കാം മൂപ്പര്. ഏയ് മാഷേ, എന്താ ഇവിടെ? റേഷൻ കടയിൽ വന്നതാ. ഇതാ കണ്ടില്ലേ, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. മാഷയുടെ കഥാലോകത്തിൽ ഇതൊന്നും ഇല്ലല്ലോ അല്ലേ? അവിടെ ഏകാന്തത, അസ്തിത്വം, പുനർജനി. ജീവിച്ചു പോയിക്കോട്ടെ അപ്പു, വധിക്കല്ലേ. കളിയാക്കണ്ട അപ്പു. ഭാവിയിൽ MT വാസുദേവൻ നായരാവാൻ പോണ ആളാന്നാ ഇദ്ദേഹത്തെ പറ്റി അച്ഛൻ പറയാറ്. അത് ശരി, രണ്ടാൾക്കും ഇങ്ങനെ നിർത്തി തൊലിയൂരിക്കാനാണോ എന്നെ വിളിച്ചത്? ഞാൻ പോവാ.
വെറുതെ പറഞ്ഞല്ല മാഷേ. മാഷിന്റെ കഥയിലെ സമൂഹവും ജനങ്ങളും ജീവിത പ്രശ്നങ്ങളും ഒന്നും കണ്ടില്ല. കുറെ മനോഹരങ്ങളായ വാക്കുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എനിക്കേ ഒരുപാട് ദൂരം പോണം വീട്ടിലെത്താൻ. ചെല്ല്. സുഖേട്ടാ, സുഖേട്ടാ, സുഖേട്ടാ. സുഖേട്ടാ, 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 ഇത് കണ്ടോ? ഹലോ, എന്ത് റെയ്ഡോ? നീ അങ്ങോട്ട് ചെല്ലടി. നമ്മുടെ മന്ത്രി സ്ഥലത്തില്ല. ചാതി പറ്റിയല്ലോടോ ജോർജെ. ഈ വിവരം എങ്ങനെ ചോർന്നു? സത്യം പറയടോ. പിന്നെ പത്രത്തിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ കിടക്കുന്നോ? എന്തായാലും താൻ വെയിറ്റ് ചെയ്യ്, ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാം. നോക്കൂ മിസ്റ്റർ സുകുമാരൻ, വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ജോലിയല്ല. അതിനാണ് ഞാൻ ശമ്പളം കൊടുത്ത് ആളെ വെച്ചിരിക്കുന്നത്. പത്രാധിപരോട് ഒരിക്കൽ പറഞ്ഞതാ, ഫലമുണ്ടായില്ല. അതുകൊണ്ടാണ് പത്രമുടമയോട് തന്നെ പറയാമെന്ന് വെച്ചത്. ഞങ്ങൾ ഈ നാട്ടിൽ നിയമാനുസൃതം ബിസിനസ് നടത്തുന്നവരാണ്. രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്ന തുക സംഭാവന കൊടുത്തു പോരുന്നവരുമാണ്. കേന്ദ്രമന്ത്രി മുതൽ എക്സൈസ് പ്യൂൺ വരെയുള്ളവർക്ക് മാസപ്പടി കൊടുക്കുന്നുമുണ്ട്. ഒരു പത്രം കയ്യിലുണ്ടെന്ന് കരുതി ദ്രോഹിക്കരുത് മേനോൻ സാറേ. ഞാൻ അന്വേഷിക്കാം സുകുമാര, വേണ്ടത് ചെയ്യാം. താൻ സമാധാനമായിട്ട് പോ. സർ, ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. ആ, വാരനൊന്നിങ്ങോട്ട് വന്നേ. ആ, ഇത് കെ മേനോനാ. ഉണ്ണിക്ക് കൊടുക്കൂ. ആ ഉണ്ണി, വണ്ടി നന്നാക്കിയോ? ആ, എങ്കിൽ ഉടനെ ഇങ്ങോട്ടൊന്ന് കൊടുത്തയക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. പെട്ടെന്ന് വേണം. ആ ശരി. ആ ആ, വരിയിരിക്കൂ. എന്താണാവോ? ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. വാര്യർ പിണങ്ങരുത്. എന്തിനായി മുഖവുര? അത് ആ സുകുമാരൻ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. ആ അതെ വാര്യരെ, നമ്മളൊക്കെ പഴഞ്ചന്മാരായി. ഇത് സ്വാതന്ത്ര്യ സമരകാലവുമല്ല, മഹാത്മാഗാന്ധിയും ഇന്നില്ല. കാലം ഒരുപാട് മാറി, ലോകവും മാറി. പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോഴും തുണ്ടത്തിൽ ഗോവിന്ദവാര് തന്നെയാ, മാറിയിട്ടില്ല. മരിച്ചുപോയെന്നേ ഉള്ളൂ. താൻ പൊയ്ക്കോളൂ. എന്തോ പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. വാര്യരോട് എനിക്കൊന്നും പറയാനില്ല, പൊയ്ക്കോളൂ. നമ്മൾ തമ്മിൽ ഇത് വേണോ മേനോനെ? മാലതി, എടീ മാലതി. എന്താ, എന്തു പറ്റി? നിന്റെ വീട്ടുകാർ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? എന്താ ഉണ്ടായത്? തെളിച്ചു പറ. നിന്റെ അനിയൻ ഇറങ്ങിയിരിക്കുന്നു എനിക്കെതിരെ. ജയദേവനോ? എന്താ, അവൻ നിന്റെ തന്തയുടെ മോൻ തന്നെ അല്ലേ? ദേ, കാര്യം പറ, വളച്ചു കെട്ടാതെ. എടീ, എന്റെ ഷാപ്പുകൾ പൂട്ടിക്കാൻ നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരു ചെക്കൻ അപ്പു. അവനാ നിന്റെ അനിയന്റെ കൂട്ട്. ഈശ്വരാ. ആ ചെക്കനെ ഒന്ന് പേടിപ്പിക്കാൻ ഞാൻ രണ്ടുപേരെ വിട്ടിരുന്നു. പക്ഷേ നിന്റെ അനിയൻ ഇടപെട്ടുകൊണ്ട് അത് നടന്നില്ല. എന്റെ അളിയൻ വളർന്നു പോയടി.
അവൻ ലേശം കയ്യാങ്കളിക്ക് നിന്നെന്ന്. എന്തായി കേൾക്കുന്നത്? എന്നിട്ട് നിന്റെ അനിയൻ ചെക്കനാണല്ലോ എന്ന് കരുതി എന്റെ ആൾക്കാർ അവനെ വെറുതെ വിട്ടു. മേലാൽ ഇത്തരം കാര്യങ്ങളിൽ അവൻ ഇടപെട്ട ദേ പിന്നെ കുടുംബസ്നേഹവും പറഞ്ഞുകൊണ്ട് എന്റെ കൺവട്ടത്ത് വന്നു പോരുത്. എന്തായി പറയുന്നത്? താലി കെട്ടിയത് പിന്നെ സുഖേട്ടനല്ലേ എന്റെ എല്ലാം. ഈ താലി പൊട്ടിച്ചെറിയാൻ വിശ്വേട്ടനും എന്റെ പെറ്റമ്മയും നിർബന്ധിച്ചിട്ട് പോലും ഞാൻ സമ്മതിച്ചോ? അതുകൊണ്ടാ നിന്റെ കുടുംബത്തിനെതിരെ ഇത്രയും നാൾ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ നിന്റെ അനിയനുണ്ടല്ലോ, അവന് വിദ്യാഭ്യാസവും വിവരവും ഇത്തിരി കൂടുതലാ. അത്തരക്കാർക്കൊക്കെ 4 കാശുള്ളവനോട് അസൂയുണ്ടാവും. എനിക്കെതിരെ കളിച്ചെന്നും വരും. അതുകൊണ്ട് അവൻ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ പെട്ടെന്ന് വരും. ഏതായാലും മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അളിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല, ഓർത്തോ? ചേച്ചി, ചേച്ചി, അമ്മേ, ദേ ചേച്ചി വന്നു. ജയനില്ലേടി ഇവിടെ? അകത്തുണ്ട്. വിളിക്കേ. എന്താടി, നീ ഈ വഴിയൊക്കെ അറിയോ? വരേണ്ടി വന്നാ വരാതിരിക്കാൻ പറ്റുമോ അമ്മേ? അയ്യോ, ഇതാര്? ഏട്ടത്തിയോ? എത്ര കാലമായി കണ്ടിട്ട്. ഇപ്പൊ കുറച്ച് തടിച്ചു. നിനക്കെന്നെ മനസ്സിലായോടാ? ഇതെന്താ ചേച്ചിയുടെ ഒരു തമാശ. തൊടണ്ട. നിന്റെ കൊഞ്ചൽ കേൾക്കാനല്ല ഞാൻ വന്നത്. എന്താ മാലതി കാര്യം? പുന്നാരമോനോട് ചോദിച്ചു നോക്ക്. എന്താടാ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? ആരെടേ അപ്പു? അവനുമായിട്ട് നിനക്കെന്താ ബന്ധം? അതാണ് കാര്യം. അപ്പു എൻ്റെ സുഹൃത്താണ്. ഈ നാട്ടിലെ ഏറ്റവും സാമൂഹ്യ ബോധമുള്ള ചെറുപ്പക്കാരനാണ് അപ്പു. ധീരനും സത്യസന്ധനുമായ പൊതുപ്രവർത്തകൻ. അവൻ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? സുഖുവേട്ടന്റെ ഷാപ്പുകൾ പൂട്ടിക്കാൻ നടക്കുന്നവനാണെന്ന് നിനക്കറിഞ്ഞൂടെ? മാലൂച്ചി, നിയമപ്രകാരം നടന്ന ഷാപ്പുകൾ പൂട്ടിക്കാൻ ആർക്കും പറ്റില്ല. കൈക്കൂലി കൊടുത്തും പോലീസിന്റെ എക്സൈസിന്റെയും കണ്ണുകെട്ടി നടത്തുന്ന കച്ചവടം ഏത് പൗരനും പൂട്ടിക്കാം. നീ എന്നോട് പ്രസംഗിക്കുന്നോ? അമ്മ ഇത് കേട്ടോ? നിങ്ങൾക്കെല്ലാം അസൂയ. ഞാൻ നല്ല നില കഴിയുന്ന കണ്ടിട്ട് അസൂയ. സുഖുവേട്ടന്റെ വളർച്ച കണ്ടുള്ള കണ്ണുകടി. നീ എന്തൊക്കെയായി പറയണത്? ഈശ്വര, ഇവള് എന്റെ വയറ്റിൽ തന്നെ കിടന്നതാണോ? അച്ഛൻ-പെങ്ങളുടെ തനി സ്വഭാവം ചേച്ചി കിട്ടിയിരിക്കുന്നത്. എന്റെ സ്വഭാവം നീ അളക്കണ്ട. അമ്മയ്ക്കറിയോ, സുഖുവേട്ടന്റെ ആൾക്കാര് ഇവനെ തല്ലിക്കൊല്ലേണ്ടതായിരുന്നു. അളിയനായതുകൊണ്ട് മാത്രം വെറുതെ വിട്ടു. ഭഗവാനേ, എന്താ മോനെ ഈ കേക്കണത്? മര്യാദയ്ക്ക് പറയുക, ഇതിവിടെ നിർത്തിക്കോണം. അനിയന് കുഴപ്പക്കാരായ കൂട്ടുകെട്ടൊന്നും വേണ്ട. ദേ, ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക പറയാനാവില്ല. മോളെ, നീ പോവുകയാണോ? അതെ, എന്റെ കൂടപ്പിറപ്പിന്റെ കാര്യമായതുകൊണ്ട് ഇത് പറയാൻ മാത്രമാണ് ഞാൻ വന്നത്. ഏട്ടത്തി, എന്താടാ മോനെ ഇതൊക്കെ?